ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 7-നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പ്രഖ്യാപിച്ചത്. ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ മന്ത്രി നേരിട്ട് ചെന്നൈയിലെത്തി ക്ഷണിച്ചതുമാണ്. സെപ്റ്റംബർ 20-ന് മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ പങ്കെടുക്കാൻ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞ സ്റ്റാലിൻ പകരം മന്ത്രിമാരായ പി.കെ. ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ഏറ്റവും അവസാനമെത്തിയ വിവരം. വിശ്വമാനവയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. സംഗമത്തിനെതിരെ ആദ്യം എതിർപ്പുമായി എത്തിയത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ.വി. ബാബുവാണ്. പിന്നാലെ മുഖ്യരക്ഷാധികാരി കെ.പി. ശശികലയും രംഗത്തിറങ്ങി. വിഷയം പ്രധാന അജണ്ടയായി ഏറ്റെടുത്ത ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമം ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള രാഷ്ട്രീയ നാടകമാണെന്നും നാളിതുവരെ അയ്യപ്പ ഭക്തരെ അവഹേളിച്ച പിണറായി വിജയനും എം.കെ. സ്റ്റാലിനും ഹിന്ദു വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ തീരുമാനിച്ചാൽ ബി.ജെ.പി. പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്നും പ്രഖ്യാപിച്ചു. വിരട്ടലുമായി ഇങ്ങോട്ട് വരേണ്ടെന്നും രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തെപ്പറ്റി അറിയില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇതിന് ഇന്നലെ നൽകിയ മറുപടി. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത്. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വീണ്ടും എത്തി. 18 തവണ ശബരിമലയിൽ പോയ താൻ അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ലെന്നാണ് ദൈവവിശ്വാസിയല്ലാത്ത CPI മുഖ്യമന്ത്രി പറയുന്നതെന്ന് വിമർശിച്ച രാജീവ് ചന്ദ്രശേഖർ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ പരിപാടി തന്നെയെന്ന് ഇന്നും ആണയിട്ടു. ഇത് രാഷ്ട്രീയമാണ്, ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോകാൻ പാടില്ല. സർക്കാരും ബി.ജെ.പിയും നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കടന്ന അയ്യപ്പ സംഗമത്തോട് പ്രധാന പ്രതിപക്ഷമായ UDF-നും വിയോജിപ്പാണ്. സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്താനുമാണ് അയ്യപ്പന്റെ പേരിൽ സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനം. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. അപ്പൊ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. ആഗോള അയ്യപ്പ സംഗമം വോട്ട് രാഷ്ട്രീയത്തിലെ പുതിയ പോർമുഖമോ?